ഇനി വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പോലീസിന് തുടക്കത്തിലുണ്ടായത് ഗുരുതര വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. കേസുകൾ ഉൾപ്പെടെ കൂടുതൽ പേരെ പിടികൂടുന്ന നടപടികളിലേക്ക് ആദ്യത്തെ 2 ദിവസം പോലീസ് കടന്നില്ല. 2 ദിവസത്തിനു ശേഷം മർദ്ദനത്തിൽ പങ്കെടുത്തവർ നാടുവിട്ടു. വാളയാർ ആൾക്കൂട്ട കൊല ആദ്യം കണ്ടപ്പോൾ ഓർമ്മ വന്നത് മധുവിനെ എന്ന് സഹോദരി സരസ് പറയുകയാണ്. മധു ഇന്നും മറക്കാനാവാത്ത വേദനയെന്നും ഇത്തരം ആൾക്കൂട്ട മർദ്ദനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ തക്കതായ നടപടി ഉണ്ടാകണമെന്നും സരസ് പറഞ്ഞു. ആ പ്രതികരണം കേൾക്കാം. വാളയാറിലെ ആൾക്കൂട്ടാക്രമണം ഇത് കണ്ട ഉടനെ തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എൻ്റെ മധുവിനെ തന്നെയാണ്. കാരണം ആ സമയത്ത് അയാൾ അനുഭവിച്ച വേദന, ഇതെല്ലാം എന്തുകൊണ്ടാണ് ആ മനുഷ്യർ അത് മനസ്സിലാക്കാത്തത്? എന്തിനാണ് ഇങ്ങനെ ജനസമൂഹം ഇങ്ങനെ അധപതിച്ചു പോയത്? ഇങ്ങനെയുള്ളവർക്കെതിരെ, ഇങ്ങനെ ആൾക്കൂട്ടാക്രമണം നടത്തുന്നവർക്കെതിരെ തക്കതായ ശിക്ഷ തന്നെ ലഭിക്കണം. എന്നാലേ ഇതിനൊരു തടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം റിമാൻഡിലുള്ള 5 പ്രതികളെ SIT കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. അജിത്ത് വിവരങ്ങളുമായി പാലക്കാട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജിത്തെ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരിടത്ത് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കുറച്ച് ഭക്ഷണം എടുത്തതിന് ഒരാളെ തല്ലിക്കൊന്നു. അത് അന്ന് കേരളത്തിൽ നമ്മൾ വലിയ കേരളത്തിൽ ഇങ്ങനൊരു കാര്യം നടന്നല്ലോ, മനസാക്ഷി വരണ്ട ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും കോടതിയിൽ പോവുകയും കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടുകയും ഒക്കെ ചെയ്തൊരു സംഭവമാണ്. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുതേ എന്ന് നമ്മൾ ഓരോരുത്തരും ആശിച്ചിരുന്നു. പക്ഷേ സമാനമായ രീതിയിൽ ഇവിടെ പാലക്കാട് 2-3 ദിവസങ്ങൾക്ക് മുൻപ് കള്ളനാണെന്ന് ആരോപിച്ച്, കണ്ടാൽ ഒരു കള്ളനെ പോലെ തോന്നുന്നു എന്ന് ആരോപിച്ചാണ് ഒരു കൂട്ടം ആളുകൾ മറ്റൊരു മനുഷ്യനെ, അതും ജോലി തേടി ഒരു സംസ്ഥാനത്ത് നിന്ന് ഇവിടേക്ക് ജോലി തേടി വന്ന ഒരു അതിഥി തൊഴിലാളിയെ ഈ രീതിയിൽ ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയനാക്കി അയാളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. 2 സംഭവമാണ്, സമാനതകൾ ഏറെയുമാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് ഈ പോലീസിന് തുടക്കം മുതൽ ഈ കേസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചു എന്നാണ്. അപ്പോൾ നിലവിലെ വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ SIT നീക്കവും, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ നീക്കങ്ങളും എങ്ങനെയാണ് അജിത്തെ? സേതുലക്ഷ്മി പറഞ്ഞതിൽ ഒരു കാര്യം, കള്ളനാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇയാളെ തല്ലിക്കൊന്നതെന്ന് പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇയാളെ മർദ്ദിക്കുന്ന സമയത്തുടനീളം ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അക്രമം നടത്തിയത്. ആ ഓഡിയോ ദൃശ്യങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ്. ആ ചോദ്യത്തിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. കാരണം ഈ രാജ്യത്തല്ലാത്ത ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഏതോ ഒരാൾ എന്ന നിലയിലുള്ള ഒരു സമീപനം ആ മനുഷ്യനോട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ വംശീയതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ക്രൂരമായ അക്രമം 2 മണിക്കൂർ ആ മനുഷ്യൻ നേരിട്ടത്, അതും സമാനതകളില്ലാത്ത വയറിന് ചവിട്ടിയും വടികൊണ്ടടിച്ചും ഒക്കെ ഒരു മനുഷ്യനെ തെരുവിലിട്ട് അങ്ങനെ കൈകാര്യം ചെയ്തതിൻ്റെ പിന്നിൽ ഈ മോശനക്കുറ്റം ആരോപിക്കൽ മാത്രമല്ല, കുറച്ചതിൻ്റെ പിന്നിൽ ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത വംശീയ വെറിയുടെ രാഷ്ട്രീയം കൂടി ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ട് മലയാളത്തിലൊരു പ്രസിദ്ധമായ വരിയുണ്ട്, മരിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്നൊരു അച്ഛൻ വേദനയോട് ചോദിക്കുമ്പോൾ ഇന്ന് ആ കുടുംബത്തിന് അത് ചോദിക്കാനുള്ള ശേഷിയില്ല. അവർ ഇവിടെ നിന്ന് പോവുകയാണ്, ഇത്തരത്തിൽ ആ മൃതശരീരവുമായി പോവുകയാണ്. ആ കുടുംബം ഇത് നിവർന്നു ചോദിക്കാനുള്ള ശേഷി ആ കുടുംബത്തിനില്ല. പക്ഷേ നമ്മൾ മധുവിനെ പോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ട ഈ മനുഷ്യന് വേണ്ടി ആ ചോദ്യം ചോദിച്ചേ മതിയാവൂ. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായവരെ എന്തുകൊണ്ട് പോലീസിനെ പിടിക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് ഇത്രയും അധികം അനാസ്ഥകൾ ഈ കേസിലുണ്ടായത്? തുടക്കത്തിൽ എന്തുകൊണ്ടാണ് തെളിവ് കണ്ടെത്താനുള്ള ക്വിക്കായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവാഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ 5 പേരിൽ മാത്രമായി ആദ്യത്തെ അറസ്റ്റ് ഒതുക്കിയത് എന്നുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം അവിടെ ബാക്കിയാണ്. കാരണം ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ മണിക്കൂറുകളാണ്. പോലീസിന് അപ്പോൾ തന്നെ അറിയാമായിരുന്നു ഇതിൽ 15ഓളം പേർ പങ്കെടുത്തിട്ടുണ്ടെന്ന് അറിയാമായിരുന്നു. വളരെ ക്വിക്കായിട്ടുള്ളൊരു ആക്ഷൻ ഉണ്ടാവേണ്ട സമയത്തിന് പകരം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, നടപടികൾ സ്വീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് കൂടുതൽ പരിശോധനകൾ ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ആ സമയത്തിനുള്ളിൽ ഈ പങ്കെടുത്ത പലരും സംസ്ഥാനം തന്നെ വിടുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ SIT സംഘം അവരെ പിടികൂടാനായി തമിഴ്നാട്ടിലുൾപ്പെടെ പരിശോധന നടത്തുകയാണ്. കൺമുമ്പിലുണ്ടായിരുന്നവരെ പിടിക്കാൻ കഴിയാതെ അവരിപ്പോൾ തമിഴ്നാട്ടിലും മറ്റും പോയി ഒളിവിലിരിക്കുമ്പോൾ പോയി അന്വേഷിക്കേണ്ട ഗതികേട്, അത് ഗതികേടാണോ, അനാസ്ഥയുടെ ഏറ്റവും വലിയ കൂമ്പാരത്തിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധിയാണോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ്. ഏതാണെങ്കിലും ഒരു മനുഷ്യന് അയാളെ മരിച്ചിട്ടും അയാൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുക, അയാളുടെ ഒപ്പം നിൽക്കുക, അയാൾ ഒരു മനുഷ്യനെന്ന നിലയിൽ അയാളോടുള്ള പരിഗണന കാണിക്കുക എന്നത് തീർച്ചയായും അജിത്ത്, അതൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ തന്നെ ഒരു വിഭാഗം ആളുകൾ, അല്ലെ, മനസാക്ഷി മരവിച്ച ഒരു കൂട്ടം മനുഷ്യരാണ്
മറ്റൊരാളിനെ തല്ലിക്കൊന്നത്. അപ്പം മൃതദേഹം ഇപ്പോൾ വീട്ടുകാർ കൊണ്ടുപോയിട്ടേ ഉള്ളൂ, ഏറ്റുവാങ്ങിയിട്ടേ ഉള്ളൂ. അവർക്കും പ്രതിഷേധമുണ്ടായിരുന്നു. സർക്കാർ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ചെയ്തു കൊടുക്കണം, അതിനുശേഷമേ മൃതദേഹം ഏറ്റുവാങ്ങുകയുള്ളൂ എന്ന കുടുംബം നിലപാടെടുത്തു. അതിനൊക്കെ ഒടുവിൽ അതെല്ലാം സമ്മതിച്ചു. കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങി. ഇന്നിപ്പോൾ 11 മണിക്ക് അവർ ആ മൃതദേഹവും കൊണ്ട് നാട്ടിലേക്ക്, അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു.